വാട്സപ്പിൽ നമുക്ക് പ്രിയപ്പെട്ടവരാരെങ്കിലും സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് റിംഗ് ചെയ്ത് അറിയിക്കുന്ന, സാധാരണ കോൾ ചെയ്യുന്നത് പോലെ റിംഗ് ചെയ്ത് അറിയിക്കുന്ന ഒരു പ്രത്യേക ഫീച്ചർ വാട്സപ്പിൽ വന്നിരിക്കുകയാണ്. റിംഗ് മാത്രമല്ല, നോട്ടിഫിക്കേഷനും വരും. ഇങ്ങനെ ഒരു ഫീച്ചർ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഉടനെ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ വന്നിരിക്കും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. വാട്സപ്പിൽ മാത്രമല്ല, ഫേസ്ബുക്കിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ പുതിയ ഫീച്ചറുകൾ വരുമ്പോൾ ഏറ്റവും ആദ്യം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ഞങ്ങളുടെ ഈ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബും ഫോളോവും ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 മൊബൈൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു മൊബൈലിൽ ഞാനിപ്പോൾ ഒരു സ്റ്റാറ്റസ് വെക്കാണ്. സ്റ്റാറ്റസിൻ്റെ ഓപ്ഷൻ എടുത്തു. ഇവിടെ ഞാൻ സ്റ്റാറ്റസ് തിരഞ്ഞെടുക്കുകയാണ്. ഒരു ഫോട്ടോ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുകയാണ്. സ്റ്റാറ്റസ് ആയിട്ട് ഇവിടെ അപ്ലോഡ് ആയ ഉടനെ തന്നെ എനിക്കിവിടെ നോട്ടിഫിക്കേഷനും റിങ്ങും അടിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇപ്പം നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തുമ്പോൾ ആ ഒരു റിങ് സ്റ്റോപ്പായി, നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം? അതിനായിട്ട് ഇപ്പോൾ നമ്മുടെ മൊബൈലിലുള്ള വാട്സപ്പ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആരുടെ സ്റ്റാറ്റസ് വരുമ്പോഴാണ് നിങ്ങൾക്ക് റിങ് അടിക്കേണ്ടത്, നോട്ടിഫിക്കേഷൻ ഇതുപോലെ വരേണ്ടത്, അത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഈ മൊബൈലിലെ വാട്സപ്പ് എടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഈ ഒരു വ്യക്തിയെ ഞാൻ തിരഞ്ഞെടുത്തു. അവരുടെ പേരിൽ ക്ലിക്ക് ചെയ്തു. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് മ്യൂട്ട് എന്ന ഭാഗം എനബിൾ ആയി കിടക്കുന്നതായി കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് നിങ്ങളൊരു റിംഗ് ടോൺ സെറ്റ് ചെയ്യണം. അതിനായിട്ട് ബാക്ക് വന്നതിന് ശേഷം നമുക്ക് വാട്സപ്പിൻ്റെ സെറ്റിംഗ്സ് എടുക്കാം. ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ സ്റ്റാറ്റസിൻ്റെ ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസിൻ്റെ ഓപ്ഷൻ എടുക്കുക. ഇവിടെ സ്റ്റാറ്റസ് നോട്ടിഫിക്കേഷൻ ടൂൺ എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഒരു ടൂൺ സെലക്ട് ചെയ്യുക. ഇത് ഓപ്പൺ ആയിട്ട് ഇതുപോലെ തന്നെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ഏത് ടൂണാണ് വേണ്ടത് അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ സെലക്ട് ചെയ്ത ടൂൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ ടൂണുകളുണ്ട്, അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതാണ് ഇവിടെ സെലക്ട് ചെയ്തത്. ഓക്കെ, ആ ഒരു ടൂണ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ഇനി ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ആ ഒരു വ്യക്തി എപ്പോഴാണ് സ്റ്റാറ്റസ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് റിംഗ് ടൂൺ അടിയും നോട്ടിഫിക്കേഷനും വരും. ഞാനിപ്പോൾ ഈ ഒരു മൊബൈൽ എടുത്തിട്ടുണ്ട്. അതിൽ സാധാരണ പോലെ സ്റ്റാറ്റസ് ഇവിടെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തു. ഇവിടെ നോട്ടിഫിക്കേഷനൊക്കെ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ, നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. ഇവിടെ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ കണ്ടോ ഇവിടെ റിംഗ് അടിയുന്നുണ്ട്, റിംഗ് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിയാൽ കണ്ടോ ആ വ്യക്തി സ്റ്റാറ്റസ് ഇവിടെ ആഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തുമ്പോൾ റിംഗ് ടോണ് സ്റ്റോപ്പ് ആവും കേട്ടോ. അപ്പോൾ ലോക്ക് സ്ക്രീനിലായാലും എങ്ങനെ ആയാലും നമുക്ക് റിംഗ് ടോൺ അടിച്ചിട്ട് ഇന്ന വ്യക്തി സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ആ സ്പോട്ടിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.